ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 2018 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അതിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജൂലൈ 2018 ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ കൊടുത്തിരിക്കുന്ന വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് ജെ എന്നും വെക്ടർ ബി എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ജെ എന്നുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നൗ ഇതിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. നമുക്കറിയാം സ്കെലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് അല്ലേ. സ്കെലാർ പ്രൊഡക്റ്റ് ഓർ എന്താ ഇതിൻ്റെ വേറെ പേര്, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഇതിന് സ്കെലാർ പ്രൊഡക്റ്റിന് പേര് വരാനുള്ള കാരണം നമ്മൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഡോട്ട് എസ് ആണ് അല്ലേ. വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഫോഴ്സും ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം കേട്ടോ. എക്സാമ്പിളാണ് പറയുന്നത്, വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് ചെയ്തു, എഫ് ഡോട്ട് എസ് എന്നാണ് എഴുതുക അല്ലേ. ഇതിൽ വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെലാർ ക്വാണ്ടിറ്റിയും ഫോഴ്സും അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റും രണ്ടും എന്ത് ക്വാണ്ടിറ്റീസ് ആണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസും ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അതായത് രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും, സ്കെലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, സ്കെലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇതിൻ്റെ പേര് വരാനുള്ള റീസൺ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന അതിൻ്റെ ഇക്വേഷൻ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു എന്താണ്, കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇതാണ് സ്കെലാർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, യെസ്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. യെസ്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ന്യൂമറിക്കലായിട്ട് ഓർത്തിട്ടാണ് കേട്ടോ, എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ. ഇനി അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ. ആ എ ആൻഡ് ബി എങ്ങനെ കണ്ടുപിടിക്കാം, എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എയും ബിയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തീറ്റ എന്താണ്, എ ഡോട്ട് ബി അല്ലേ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ, ഐ പ്ലസ് ജെ ഡോട്ട് ഐ മൈനസ് ജെ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ പ്ലസ് ജെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ പ്ലസ് ജെ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ മൈനസ് ജെ. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 അല്ലേ. ജെ ഡോട്ട് ജെ 1 മൈനസ് 1 ബൈ ഐ പ്ലസ് ജെ റൂട്ട് എന്താണ്, മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഈ ഡിനോമിനേറ്ററിൽ എന്ത് വന്നാലും 1 മൈനസ് 1 അല്ലേ ന്യൂമറേറ്ററിൽ. അപ്പോൾ ആൻസർ എന്താ കിട്ടുക, 0 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ 0. കോസ് തീറ്റ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, തീറ്റ എത്രയാണ് അല്ലേ, കോസ് തീറ്റ എത്രയാണെന്ന് അർത്ഥം 0 ഇംപ്ലൈസ് തീറ്റ എത്രയാണ്, 90 ഡിഗ്രി. അപ്പോൾ ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അപ്പോൾ ഇത് ഓപ്ഷനിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജൂലൈ 2018 ചോദിച്ചിട്ടുള്ള അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ വെക്ടേഴ്സിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഇതിൽ ചോദിച്ചിട്ടുള്ളത് റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ്, അത് അവരുടെ മാഗ്നിറ്റ്യൂഡും ആംഗിളും അവരുടെ ഇടയിലുള്ള ആംഗിളിൻ്റെയും ടേംസിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ 2019 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതായതുകൊണ്ട് അത് വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. ഓക്കെ, ജൂലൈ 2018 അടുത്ത ക്വസ്റ്റ്യൻ സർക്കുലാർ മോഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പുള്ള 2019 ക്വസ്റ്റ്യൻസിൽ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതിലോട്ട് ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്യാം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ സർക്കുലർ മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് v എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്പീഡ് കോൺസ്റ്റൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടറാണ് വിച്ച് ഹാസ് ഡയറക്ഷൻ ആസ് വെൽ. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന്
അടുത്ത സെക്കൻഡിലോട്ട് ഇങ്ങനെ പോയിട്ട് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തല്ല, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മോഷൻ അല്ല, കോൺസ്റ്റൻറ്റ് സ്പീഡാണ് അല്ലേ. സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സർക്കുലർ മോഷനാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള യൂണിഫോം സർക്കുലർ മോഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. An insect is trapped in a circular groove of radius r is equal to 12 centimeter. r എത്രയാണ് 12 centimeter. Moves along the groove steadily and completes 7 revolutions. അല്ലേ, പറഞ്ഞെന്താണ്, 7 revolutions കംപ്ലീറ്റ് ചെയ്തു. എത്ര സമയം കൊണ്ട്? In 100 seconds. 100 seconds കൊണ്ട് 7 revolutions കംപ്ലീറ്റ് ചെയ്തു അല്ലേ. വാട്ട് ഈസ് ദ ലീനിയർ സ്പീഡ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. വാട്ട് ഈസ് ദ ലീനിയർ സ്പീഡ്? ലീനിയർ സ്പീഡ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. ആംഗുലാർ സ്പീഡ് എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ഈ ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഈ പാർട്ടിക്കിൾ, ഈ ആരാണ്, ഒരു ഇൻസെക്റ്റ് അല്ലേ. ഈ ഇൻസെക്റ്റ് ഈ പോയിന്റ് സെൻറ്ററിന് അബൌട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് കറങ്ങുന്ന ആംഗിളിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ത്? ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? d(θ/dt) അല്ലേ. ഈ വെലോസിറ്റിയും ഒമേഗയും തമ്മിലുള്ള റിലേഷനാണ്, ലീനിയർ വെലോസിറ്റിയും ഒമേഗയും തമ്മിലുള്ള റിലേഷനാണത് v is equal to r ഒമേഗ. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഇങ്ങനൊരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്താൽ അവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് പാർട്ടിക്കിൾ ഒരു തീറ്റ ആംഗിൾ കറങ്ങിയിട്ട് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് എഫിലെത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, ഐ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇവിടെ എത്തി, എഫ് എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് എത്തി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് ഇതല്ലേ. അപ്പോൾ നമുക്ക് എഴുതുന്നത് ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു ആംഗിൾ കവേർഡ് എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ. എസ് ഇസ് ഈക്വൽ എന്താണ്? ആർ ഇൻറ്റു തീറ്റ, റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ. എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ഇതിനൊരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ds/dt is equal to r ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുക്കുക അല്ലേ. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? d/dt ഓഫ് r തീറ്റ എന്നാണ് എഴുതേണ്ടത് അല്ലേ. ഇതൊരു ഇക്വേഷൻ ആണ്. പിന്നെ ഇതിൽ r കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ds/dt is equal to എന്ത് എഴുതാം? r ഇൻറ്റു dθ/dt. r കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. dθ/dt എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് വിത്ത് റെസ്പെക്ട് ചെയ്ത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അതേപോലെ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണെന്ത്? v അല്ലേ. ഇത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് v. അതിനെ നമുക്ക് ds/dt എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? v = എന്ത് എഴുതാം? r ഒമേഗ. ഇതിനെ വീണ്ടും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? r ഇൻറ്റു dω/dt. ആറിനെ പുറത്തെടുക്കുന്ന സ്റ്റെപ്പ് ഞാൻ ഒറ്റയടിക്ക് എഴുതിയതാണ് കേട്ടോ. ഓക്കെ, dv/dt എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ് എന്നാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ഞാൻ തൊട്ട് മുമ്പുള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷനും സെൻട്രിപെറ്റൽ ആക്സിലറേഷനും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സിലറേഷനാണ് ആര്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? at is equal to dω/dt എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ഒമേഗ ചേഞ്ചസ്. ആംഗുലാർ വെലോസിറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ത്? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. ഓക്കെ, s is equal r theta, v is equal r omega, at is equal to r alpha. This is how the linear terms are related to the angular terms. s, v, at ഇതൊക്കെ ലീനിയർ ടേംസ് അല്ലേ. ലീനിയർ ടേംസ് എന്ന് പറഞ്ഞാൽ മോഷൻ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ നല്ല നമ്മൾ പഠിച്ച ടേംസ് ആണ്. ഈ ടേംസിനെ ആംഗുലാർ ടേംസിലോട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് വിയും ആറും ഒമേഗയും. v is equal to r omega എന്ന് പറഞ്ഞ ഈ ഇക്വേഷനാണ് നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കാൻ. അതിന് ഒമേഗ കിട്ടണ്ടേ? ഒമേഗ കിട്ടാൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 7 revolutions in 10 seconds എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു റെവല്യൂഷൻ എത്ര ആംഗിളാണ്? ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കുലർ ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിളാണ് കവർ ചെയ്യണത്? 2π ആംഗിളല്ലേ കവർ ചെയ്യണത്. അപ്പം മൊത്തത്തിൽ 7 റെവല്യൂഷൻസ് കഴിയുമ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിളാണ് അല്ലേ. അതിന് നമുക്ക് Δθ/Δt എന്ന് എഴുതാം. Δθ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം 7 റെവല്യൂഷൻസ് കഴിയുമ്പോൾ കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 7 × 2π ആണ്. ബൈ എത്ര സമയം കൊണ്ടാണ്? 100 seconds എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7π/50 അത്രയും റേഡിയൻസ് പെർ സെക്കൻഡ്.
ഓക്കെ 7π/50 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി വീണ്ടും ഈ ഇക്വേഷനിൽ തന്നെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. V is equal to R into omega. R എത്രയാണ്? 12 into 7π/50 അല്ലേ? 7π/50. ഇത് രണ്ടും ക്യാൻസൽ എന്താണ്, ഇതിലും 2 പോവില്ലേ? 2 പോവാന്ന് പറഞ്ഞാൽ എത്ര വരിക? ഇത് 6 into 4 എത്രയാണ്? 6 into 7 എത്രയാണ്? 42π/25. അത്രയും സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഓക്കെ, യെസ് അല്ലേ? കറക്റ്റ്. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈസ് ദ ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റന്റ് വെക്റ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈസ് ദ ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റന്റ് വെക്റ്റർ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഞാനിപ്പോൾ വായിക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ഇതൊന്ന് പൗസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, പൗസ് ചെയ്തിട്ട് ടൈം എടുത്ത് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇതിൻ്റെ ആൻസർ ഞാൻ ഭാഗികമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബി പാർട്ട് കേട്ടോ, ബി പാർട്ട് ആക്സിലറേഷൻ വെക്റ്റർ കോൺസ്റ്റന്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ സർക്കുലർ മോഷനും 2 ടൈപ്പ് ആക്സിലറേഷൻസ് ആണ് ഉണ്ടാവാൻ ചാൻസ്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുള്ളത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ആക്സിലറേഷനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പിന്നെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ആക്സിലറേഷൻ ആണ് അത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ല. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇതിന് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണെന്ത്? ടോട്ടൽ ആക്സിലറേഷൻ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ AT എന്താണ്? 0 ആണ് അല്ല. AT എന്താണ്? 0 ആണ്. കാരണം എന്താണ്? ഇവിടെ സ്പീഡ് V is a കോൺസ്റ്റന്റ് അല്ലെ, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് AT 0 ആണ്. കാരണം ഇത് എന്ത് മോഷനാണ്? യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നു. ഓക്കെ, നൗ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഇനി ഇതിൽ പറയുന്നത് നോക്കിക്കേ, AT ഇല്ലെങ്കിൽ, യൂണിഫോം സർക്കുലർ മോഷനിൽ AT 0 ആണെങ്കിൽ പിന്നെ ഈ A മുഴുവൻ ഫുൾ ആക്സിലറേഷൻ പിന്നെ ഏത് മാത്രമാണ്? AC മാത്രമല്ലേ. ഇഫ് AT ഈസ് 0, ഇഫ് AT ഈക്വൽ ടു 0, നെറ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? AC മാത്രമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് മാത്രമല്ലേ ഉള്ളൂ അല്ലേ. ഇത് കോൺസ്റ്റന്റ് ആണോ എന്നാണ് ചോദ്യം. നമുക്ക് AC-യുടെ ഇക്വേഷൻ എഴുതാം. AC എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? V²/R എന്നാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ഈ V എന്ന് പറഞ്ഞാൽ R ഒമേഗ അല്ലേ. അപ്പോൾ ഞാൻ R ഒമേഗ എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ എന്ത് എഴുതാം? ഇതൊരു ഇക്വേഷൻ. ഓർ AC is equal to R² ω²/R എന്ന് പറഞ്ഞാൽ AC-നെ നമുക്ക് എങ്ങനെ എഴുതാം? ω² × R എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ 2 ഇക്വേഷൻസ്. ഓക്കെ, ഇത് വെച്ച് നോക്കുമ്പോൾ എടാ V കോൺസ്റ്റന്റ് അല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, V കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ AC-യും R എപ്പോഴും ഒരു കോൺസ്റ്റന്റ് അല്ലേ. R12 എന്നല്ലേ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. V കോൺസ്റ്റന്റ് ആണ്. V നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ വാല്യൂ അല്ലേ. അപ്പോൾ V²/R അതൊരു കോൺസ്റ്റന്റ് അല്ലേ എന്ന് തോന്നാം അല്ലേ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആക്സിലറേഷൻ വെക്റ്റർ കോൺസ്റ്റന്റ് ആണോ എന്നാണ് ചോദ്യം അല്ലേ. ആക്സിലറേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയാൽ മാത്രം പോരെ. ഈ മാഗ്നിറ്റ്യൂഡ് എന്താണ്? യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ V എന്താണ്? കോൺസ്റ്റന്റ് ആണ്. V കോൺസ്റ്റന്റ് ആണ്. പിന്നെ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ AC-യും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ റിമെമ്പർ, ആക്സിലറേഷൻ വെക്റ്റർ ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ വെക്റ്റർ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. കാരണം പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ രണ്ടാമത്തെ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിച്ചോ, അവിടെയും ടുവേർഡ്സ് ദ സെൻറ്റർ അല്ലേ ആക്സിലറേഷൻ്റെ വെക്റ്റർ വരുന്നത്. ഈ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ. ഇനിയിപ്പോൾ അടുത്തത് ഒരു മൂന്നാമത്തെ പോയിന്റ് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ, ഇവിടെ ഇങ്ങനെയല്ലേ ഡയറക്ഷൻ ആക്സിലറേഷൻ വെക്റ്ററിൻ്റെ. ഈ 3 ആക്സിലറേഷൻ വെക്റ്ററിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, നമുക്ക് A1 A2 A3 എന്ന് എഴുതാം കേട്ടോ. 1 2 3 പോയിന്റ്സിൽ മൂന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? V²/R തന്നെയാണ്. പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ആക്സിലറേഷൻ്റെ എന്താണ് ആക്സിലറേഷൻ വെക്റ്റർ ഈ ഒരു കേസിൽ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് എന്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം? മാഗ്നിറ്റ്യൂഡ് V²/R അല്ലെങ്കിൽ ω² × R കോൺസ്റ്റന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 2018 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൊജക്ടൈൽ മോഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram with a velocity 20 meter per second at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എൻട്രൻസിലും സാധാരണ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജി എന്താണെന്നല്ല, ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്താണെന്ന് അല്ലേ. നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ 2019 സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് എന്തോ, ഈ വെലോസിറ്റി യു ആണെങ്കിൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് യു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യു കോസ് തീറ്റയും അല്ല ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ വൈ കമ്പോണൻറ്റ് എന്താണ്, യു സൈൻ തീറ്റയും ആയിരിക്കും അല്ലേ. യു വൈ എന്തായിരിക്കും, യു സൈൻ തീറ്റയും ആയിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇനി ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇതിനെ നമുക്ക് രണ്ട് മോഷനായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരു യൂണിഫോം മോഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷൻ എങ്ങനത്തെയാണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. എന്തുകൊണ്ടാണ് എക്സ് ആക്സിസിലെ മോഷൻ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞത്, ഓർമ്മയുണ്ടാവും? എക്സ് ആക്സിസിൽ എന്തില്ല, ആക്സിലറേറ്റ് ചെയ്യാൻ ആരുമില്ല അല്ലേ. നേരെ മറിച്ച് ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലാണ്, എർത്തല്ലേ ഇതിനെ പിടിച്ച് താഴോട്ടല്ലേ വലിക്കണേ. ഈ ഡയറക്ഷനിൽ ആരെങ്കിലും ഉണ്ട് ആക്സിലറേറ്റ് ചെയ്യാൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്ത്, മോഷൻ along horizontal direction is എന്താണ്, എന്ത് ടൈപ്പ് മോഷനാണ്, യൂണിഫോം മോഷനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്, വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ഈസ് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാം അല്ലേ. വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് കോൺസ്റ്റന്റ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എന്താണോ അത് തന്നെയല്ലേ പിന്നെ എല്ലാ പോയിന്റിലും ഉണ്ടാവുക. അതായത് ഇവിടുത്തെ വെലോസിറ്റി യു എക്സ് ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ വെലോസിറ്റി എന്തോ ആയിക്കോട്ടെ, ഓക്കെ, അതിൻ്റെയും ഇത് 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് ചോദിച്ചോ, v1x എന്ത് തന്നെയായിരിക്കും, യു എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് എടുത്തു, ഓക്കെ, 2 എന്ന് പറഞ്ഞൊരു പോയിന്റ്, അവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ ആയിരിക്കും അല്ലേ. അതിൻ്റെയും എക്സ് ആക്സിസിലെ കമ്പോണൻറ്റ് എന്താണ്, v2x അല്ലേ, അതും തന്നെയായിരിക്കും എന്ത് തന്നെയായിരിക്കും, യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു കോസ് തീറ്റ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ഇവിടെ മുതൽ ഇവിടെ വരെ എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം പക്ഷേ എവിടത്തെയാണ്, ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തിയാണ്. ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ. അതിന് ഏത് കമ്പോണൻ്റ് ഇല്ല, വൈ ആക്സിസിലെ കമ്പോണൻ്റ് ഇല്ല. കാരണം ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലല്ലേ, അപ്പോൾ വി വൈ എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ അതിന് ഏത് കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ, എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം വി എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ വി വൈ 0 ആണെങ്കിൽ, ഞാൻ പറഞ്ഞ മാക്സിമം ഹൈറ്റ് ആണ് കേട്ടോ, അറ്റ് മാക്സിമം ഹൈറ്റ് വി വൈ 0 ആണ്. അതുകൊണ്ട് തന്നെ വി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്, വി എക്സ് മാത്രമല്ലേ. ആ വി എക്സ് എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വി എക്സ് ആണ്. ആ വി എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, യു എക്സ് ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, വി എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, യു കോസ് തീറ്റ എന്ന് എഴുതാം. ബേസിക്കലി ഇവിടുത്തെ ഈ വെലോസിറ്റി തന്നെ ആയിരിക്കും ഈ പോയിന്റിലെയും വെലോസിറ്റി. നമുക്ക് എന്ത് എഴുതാം, യു കോസ് തീറ്റ അല്ലെങ്കിൽ യു എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ ചോദിച്ചത് എന്താണ്, കൈനറ്റിക് എനർജി അല്ലേ. യെസ്, നമുക്ക് അതിലോട്ട് വരാം. കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ½ mv² ആണ് അല്ലേ. അതെന്ത് വരും, ½ mu² കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ കെ എന്ത് വരും, ½ ഇൻറ്റു എം എത്രയാണ്, 200 gram. 200 gram എന്ന് പറഞ്ഞാൽ നമുക്ക് SI യൂണിറ്റിലോട്ട് മാറ്റാം കേട്ടോ. 0.2 kilogram അല്ലേ. 0.2 ഇൻറ്റു എന്താ വരിക, u² എന്ന് പറഞ്ഞാൽ 20 meter per second, 20 meter per second ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ 40 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് കോസ് സ്ക്വയർ 40 എന്ന് എഴുതി നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, ഇത് ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കോസ് സ്ക്വയർ 40 വാല്യൂ എടുക്കാറില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, 45 ആണെങ്കിൽ നമുക്ക് ചെയ്യാറിയായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ എന്താ വരും, 1/2 ഇതെന്ത് വരും, 0.1 ഇൻറ്റു 400 ഇൻറ്റു കോസ് സ്ക്വയർ 40 എന്ന് വരും അല്ലേ. എത്രയാണ് ആൻസർ വരിക, 0.1 ഇൻറ്റു 400 എന്ന് പറഞ്ഞാൽ എത്ര, 40 കോസ് സ്ക്വയർ 40 എന്ന ആൻസർ വരും. ഓക്കെ, 40 കോസ് സ്ക്വയർ 40 എന്നാണ് ആൻസർ വരിക. 40 ഡിഗ്രിയാണ് കേട്ടോ, 40 ഡിഗ്രിയാണ്, റേഡിയനല്ല. അടുത്തതായിട്ട്
മാർച്ച് 2018 ചോദിച്ചിട്ടുള്ള ചോദ്യം സർക്കുലർ മോഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എഗെയിൻ ഇതും വരുന്നത് യൂണിഫോം സർക്കുലർ മോഷനാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓർക്കുക, സ്പീഡ് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആയ സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, അതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ആ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും യൂണിഫോം സർക്കുലർ മോഷൻ ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, യെസ്, നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിൽ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിങ് 80 centimeter long is whirled in a horizontal circle with a constant speed. ഓക്കെ, അതായത് ഒരു കയറിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഒരു സ്റ്റോണിനെ. ഓക്കെ, ഈ ഒരു സ്റ്റോണിനെ ഒരു കയറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ കറക്കുകയാണ്. ഒരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ കറക്കുകയാണ്. ഓക്കെ, ഈ ഇതിൻ്റെ ലെങ്ത് എന്നുണ്ട് എത്രയാണ്, 80 centimeter ആണ് ഇതിൻ്റെ ലെങ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് യൂണിഫോം സർക്കുലർ മോഷനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കണ്ടോ, കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ v ഈസ് എ കോൺസ്റ്റന്റ്. ഇത് ഏത് മോഷൻ്റെ പ്രത്യേകതയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്, യൂണിഫോം സർക്കുലർ മോഷൻ്റെ പ്രത്യേകതയാണ് അല്ലേ. അപ്പോൾ ഇത് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഓർ AT എന്താണ്, 0 അല്ലേ, ഇങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. ഫൈൻ, ഈ നോക്കിക്കേ, ഇതിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ്, ടാൻജൻഷ്യൽ ആയിട്ടല്ലേ വെലോസിറ്റി ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതാണ് വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഇനി ഇവിടെ AT 0 ആണെങ്കിൽ ആകെയുള്ള ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലേ, ആകെയുള്ള ആക്സിലറേഷൻ ആര് മാത്രമാണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമാണ്. ആൻഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഇതല്ലേ AC വെക്ടർ അല്ലേ, AC വെക്ടർ ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നോർമൽ ഡയറക്ഷനും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യലുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, ഇതാണ് ബിയുടെ ഡയറക്ഷൻ, ഇതാണ് ആരുടെ ഡയറക്ഷൻ, ACയുടെ ഡയറക്ഷൻ. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. ഓക്കെ, അത് ഏത് ഇൻസ്റ്റൻറ്റിലാണെങ്കിലും 90 ഡിഗ്രിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ വെലോസിറ്റി ഇങ്ങനെയാണ് വരിക അല്ലേ, വെലോസിറ്റി വെക്ടർ. അവിടുത്തെ ആക്സിലറേഷൻ വെക്ടർ ഇങ്ങനെയാണ് വരിക. A എന്ന് പറഞ്ഞാൽ ആരാണ്, AC ആണ് കേട്ടോ. A എന്ന് എഴുതിയാലും മതി, കാരണം A എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, AC മാത്രമേ ഉള്ളൂ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഏത് ഇൻസ്റ്റൻറ്റിലും അതെന്താണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ B പാർട്ട്. ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 റെവല്യൂഷൻസ് ഇൻ എന്താണ് 25 seconds, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതിൽ ചോദിച്ചിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്ന് മാത്രം ചോദിച്ച സ്ഥിതിക്ക് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഏത് ആക്സിലറേഷൻ ആണ്, ലീനിയർ ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷനിലോട്ട് കടക്കാം. ഓക്കെ, ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണത്, v²/r അല്ലെങ്കിൽ ഓക്കെ സോറി, ഇതിൽ ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അല്ല പഠിച്ചത്. ഇവിടെ A = എന്താണ്, AC അല്ലേ. ACയുടെ ഇക്വേഷനാണ് നമ്മൾ എന്ത് പഠിച്ചത്, v²/r. ഇവിടെ A എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, AC മാത്രമല്ലേ ഉള്ളൂ. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമുക്ക് v²/r അല്ലെങ്കിൽ എന്ത് എഴുതാം, ω² × r എന്നും എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ v കിട്ടണം അല്ലെങ്കിൽ ω കിട്ടണം അല്ലേ. ഇവിടെ റെവല്യൂഷൻസ് തന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ω കണ്ടുപിടിക്കാനായിരിക്കും, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, 14 റെവല്യൂഷൻസ് ഇൻ എത്ര സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 25 സെക്കൻഡ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ω കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ω എന്ന് പറഞ്ഞാൽ Δθ/Δt അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ Δθ 14 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ കറങ്ങും, ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പോൾ 14 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 14 × 2π ബൈ എത്രയാണ്, 25. 14 × 2π ബൈ 25 എന്നാണ് വരിക അല്ലേ. യെസ്, ഇതെത്രയാണ് വരിക, 28π ബൈ 25 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അത് ഇവിടെ. അപ്പോൾ ω എന്തിട്ടി, 28π ബൈ 25 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും ω അല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, എല്ലാം എത്രയാണ് തന്നിട്ടുണ്ട്, 80 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എത്രയാണ്, ω² × r. അതിൽ ω എത്ര കൊടുക്കുക, 28π ബൈ 25 ഹോൾ സ്ക്വയർ ഇൻറ്റു r. എത്രയാണ്, 80.
എടാ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിവിടെ 80 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക cm/s²ലാണ്. നേരെ മറിച്ച് നിങ്ങൾ 0.8 എന്ന് കൊടുത്താൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തില്ല, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്തിനാണ് m/s²ലാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഞാൻ m/s² കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലീനിയർ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഫൈനൽ റിസൾട്ട് എഴുതി വെച്ചാൽ പോരെ, നിങ്ങൾ ഇതൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. മാർച്ച് 2018 അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ്. അതിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. അതിൽ 2 പാർട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട്, ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി എന്നാണ്. അല്ലേ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വെക്ടർ എ എന്ന് പറഞ്ഞാൽ വെക്ടർ ബിക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ് എന്ന് അർത്ഥം. അല്ലേ, നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ സ്കെലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അല്ലേ, ഈ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. എ ബി കോസ് തീറ്റയാണ്. അല്ലേ, അതിൽ തീറ്റ നമ്മൾ എന്ത് കൊടുക്കണം? 90 എന്ന് കൊടുക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും എന്തോ ആയിക്കോട്ടെ, കോസ് 90. ഈ കോസ് 90 നമുക്കറിയാം എത്രയാണ്? 0 ആണ്. അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു കോസ് 90 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ 0 എന്ന് ആൻസർ കിട്ടും. അല്ലേ, യെസ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ബി പാർട്ട്. ഓക്കെ, ഇതിൻ്റെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് വെക്ടർ ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ ഫോഴ്സ് വെക്ടർ എഫും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡിയും തന്നിട്ടുണ്ട്. ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഇങ്ങനെയാണ്. എത്രയാ? 3i + 4j - 5k എന്നും, അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് 5i + 4j + 3k എന്നുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ച 2 വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കോസ് തീറ്റനെ എങ്ങനെ എഴുതാം? കോസ് തീറ്റനെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്ന് എഴുതാം. അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ് ഇങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. 2 വെക്ടേഴ്സിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 3i + 4j - 5k ഡോട്ട് എന്താണ് 5i + 4j + 3k എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ? അത് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിക്കാം. അതിൻ്റെ തിയറി പാർട്ട് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം കേട്ടോ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ax i cap + ay j cap + az k cap എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? വെറുതെ വെക്ടർ സൈൻ ഒഴിവാക്കി എഴുതാം. അല്ലേ, ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ഇതാണ്, എഴുതാൻ എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ, ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √(ax²) + ay² + az² ആണ്. അല്ലേ, അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് വെക്ടറിന് എന്താ വരിക? 3² + 4² + -5² ഇൻറ്റു എന്ത് വരും? ഇൻറ്റു 5² + 4² + 3². 4² + 5². ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ന്യൂമറേറ്റർ നോക്കാം. ഇത് 2 വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലേ, ഞാൻ ഇപ്പോൾ i കമ്പോണൻസിന് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കമ്പോണൻസിന് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കമ്പോണൻസിന് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലേ, അപ്പോൾ എന്താ ചെയ്യുക? 3 × 5 + 4 × 4 + -5 × 3 ഇങ്ങനെയല്ലേ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡിവൈഡഡ് ബൈ √(3² + 4²). 3² എന്ന് പറഞ്ഞാൽ 9 + 16 25 25 + 25 എത്രയാണ്? √50. √50 ഇൻറ്റു ഇവിടെ എത്രയാണ്? 25 + 16 + 9 എത്ര തന്നെയാണ്? 50 തന്നെയാണ്. അല്ലേ, √50. ഇത് എത്ര കിട്ടുക? 15 + 16 - 15 ഡിവൈഡഡ് ബൈ 15 ആൻസർ കിട്ടും. വിച്ച് ഗിവ്സ് എത്രയാണ്? 15 - 15 0, പിന്നെ 16 ബാക്കിയുണ്ട്. അല്ലേ, അപ്പോൾ എത്ര കിട്ടുക? 60/50. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? കോസ് തീറ്റ ഈസ് 16/50. അപ്പോൾ തീറ്റ എന്ത് വരും? കോസ് ഇൻവേഴ്സ് 16/50. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ് ഓൾ.
ജൂലൈ 2017 മോഷൻ അലോങ് എ പ്ലെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാകെ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ, പ്രൊജക്റ്റൈൽ മോഷനിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് സബ് പാർട്ട് 3 പാർട്ടുണ്ട്. ഓക്കെ, അത് മൊത്തത്തിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ പ്രൊജക്റ്റൈൽ ഈസ് എനി ബോഡി ദാറ്റ് ഈസ് ഗിവൺ എൻ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ ഫോളോസ് എ പാത്ത് ഡിറ്റർമിൻഡ് എൻറ്റയർലി ബൈ ദ എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. അല്ലേ, അതായത് നമ്മൾ കയ്യിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം പിന്നെ ത്രൂ ഔട്ട് അതിൻ്റെ പാത്ത് എങ്ങനെ പോകണം, അതിന് എത്ര വെലോസിറ്റി ഓരോ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവണം, ഓരോ ഇൻസ്റ്റൻറ്റിൽ ഏത് പോയിന്റിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത് എന്നുള്ളതെല്ലാം ഗവേൺ ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ബോഡിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റൈൽ. അല്ലേ, നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആൻഡ് എയർ റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ട് ഇതാണ്. ദ പാത്ത് ഓഫ് ദ പ്രൊജക്റ്റൈൽ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് A, B 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ, പാരാബോള, സർക്കിൾ, സെമി സർക്കിൾ. ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, നമുക്ക് ഇതിൽ ആകെ ഇപ്പം നമ്മൾ ആ പാത്ത് നമുക്കറിയാലോ. അല്ലേ, പാത്ത് ഏതാണ്? ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെങ്കിൽ ഇതിൻ്റെ പാത്ത് ഇങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് അറിയാം. അല്ലേ, യെസ്. ഇത് ഞാനൊന്ന് റിവൈസ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി, അതേപോലെ വൈ ഇസ് ഈക്വൽ ടു ഇതിലുള്ള എക്സ് ആക്സിസിലെ മോഷൻ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, യു എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ അല്ലേ, വൈ ആക്സിസിലെ ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അല്ലേ, ഇതാണ് എക്സ് ആക്സിലെ വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ എക്സ് വൈ കോർഡിനേറ്റ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അല്ലേ, വളരെ സിമ്പിളാണിത്. നമുക്ക് ഇവിടുത്തെ ഈ ടിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അല്ലേ, ഇവിടുത്തെ ഈ ടിയുടെ വാല്യൂ എക്സ് ബൈ യു കോസ് തീറ്റ എന്നുള്ളത്, ടി എന്താണ്? എക്സ് ബൈ യു കോസ് തീറ്റ എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ആ റിലേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 2019 നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ്. അതെന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അല്ലേ, ഇത് എന്ത് ഫോമിലാണ്? വൈ ഇസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഇതാണ് എ, ഈ ടേം ആണ് എന്ത്? ബി. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ പാരാബോള. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, യെസ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ 2019 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, ഇതിൻ്റെ മെത്തേഡ് ഇതാണ്. സ്റ്റെപ്പുകൾ നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി പാർട്ട് എന്താണ്? ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ടൈം ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ആൻഡ് ഹെൻസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ടൈം ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, യെസ്. അത് നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വി എക്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ലേ, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? വി എക്സ് ആണ്. അത് എത്രയാണ്? യു കോസ് തീറ്റ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, അതായത് ഈ പോയിന്റിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ആ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് ഓഫ് വെലോസിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ് ആ പോയിന്റിലെ വെലോസിറ്റി. അല്ലേ, നമുക്ക് അറിയാം വെർട്ടിക്കൽ ഡയറക്ഷനിലെ മോഷൻ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് എന്ന് പറഞ്ഞതാണ്. അല്ലേ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷന് വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി എന്ന് എഴുതിക്കൂടെ? v is equal to u plus at, acceleration along y direction, initial velocity along y direction, velocity in y direction after time t. ഇങ്ങനെ എഴുതിക്കൂടെ? ഈ വി വൈ ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്താകും? 0 അല്ലേ ആവുക? അപ്പം 0 is equal to എന്താണ്? യു വൈ എന്താണ്? യു വൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് y ഡയറക്ഷൻ. നമുക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണമെങ്കിൽ ഒന്നുകൂടെ. യു വൈ എന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ വെലോസിറ്റിയുടെ y ഡയറക്ഷനിലുള്ള കമ്പൗണ്ട് അല്ലേ, അതാരാണ്? യു സൈൻ തീറ്റ. അല്ലേ, നമുക്കെന്ത് എഴുതാം? യു സൈൻ തീറ്റ. എ വൈ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഞാൻ പോസിറ്റീവായിട്ട് എടുത്ത വൈയുടെ ഡയറക്ഷൻ. എ വൈ ആക്സിലറേഷൻ അലോങ് വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ജി താഴോട്ടല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതണം? മൈനസ് ജി ഇൻറ്റു ടി. അല്ലേ, മാക്സിമം ഹൈറ്റിലെത്താൻ എടുത്ത ടൈം. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ കിട്ടും എന്ത്? ജി ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടി എത്രയാണ്? മാക്സിമം ഹൈറ്റിലെത്താൻ എടുത്ത ടൈം യു സൈൻ തീറ്റ ബൈ ജി. അല്ലേ, നമുക്കറിയാം ബൈ സിമെട്രി ഇവിടെ നിന്ന് മാക്സിമം ഹൈറ്റിലെത്താൻ എടുത്ത സമയവും
മാക്സിമം ഹൈറ്റിൽ നിന്ന് തിരിച്ച് ഈ പോയിന്റിലെത്താൻ എടുത്ത സമയവും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള ചോദ്യം മാക്സിമം ഹൈറ്റിലെത്താൻ എടുത്ത സമയം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ടൈം ഉപയോഗിച്ച് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്താൻ എടുത്ത ടൈം ടി, 2u sin θ/g, അതേ ടൈം ആയിരിക്കും ഇവിടെ നിന്ന് ഇവിടെ എത്താനും എടുക്കുന്ന ടൈം. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 × സ്മോൾ ടി അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 2u sin θ/g. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷനിലെ ആ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ പാർട്ട്, അതായത് സി പാർട്ട് ഇതാണ്. എ ബേസ് ബോൾ ലീവ്സ് ദ ബാറ്റ് അറ്റ് എൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 37 m/s. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് u എത്രയാണ്? 37 m/s at an angle of 53.1 degree. ഞാൻ തൽക്കാലം 53 എന്ന് എടുക്കുകയാണ് കേട്ടോ. 53.1 degree. Find the position of the ball when t is equal to 2 seconds. 2 സെക്കൻഡ് ഉള്ളപ്പോൾ ഉള്ള പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. t is equal to 2 സെക്കൻഡ് ഉള്ളപ്പോൾ ഉള്ള പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ നേരത്തെ ഫിഗർ മായ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നൗ ഇങ്ങനെ പോയി ബോൾ വീഴുന്നു അല്ലേ? 2 സെക്കൻഡ് കഴിയുമ്പോഴല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ ട്രിക്കി ആയിട്ടുള്ള ഇതിലെ പാർട്ട് എന്താ വെച്ചാൽ തീറ്റ ഇസ്കൽ 53 ഡിഗ്രി. ഇത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആ 53 ഡിഗ്രിയുടെ സൈനും കോസും വാല്യൂസ് കേട്ടോ ഇങ്ങനെയാണ് വരിക. ഈ ആംഗിൾ 37 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 53 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി. ഈ ഒരു ട്രയാങ്കിൾ വെച്ച് നമുക്ക് ഈ 53യുടെയും 37ൻ്റെയും സൈൻ കോസ് ടാൻ വാല്യൂസ് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 37 ഡിഗ്രി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3ഉം 53യുടെ ഓപ്പോസിറ്റ് സൈഡ് 4ഉം 3ഉം 4ഉം ആണ് രണ്ട് സൈഡ്സ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5. 3 4 5 അല്ലേ? 3² + 4² എന്ന് പറഞ്ഞാൽ 25 അല്ലേ? അത് 5ൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് എഴുതാൻ പറ്റും അല്ലേ? ഇത് വെച്ച് നമുക്ക് സൈൻ 53 എത്രയാണ്? 4/5 ആണ്. കോസ് 53 3/5 ആണ്. അതേപോലെ സൈൻ 37 3/5 ആണ്. കോസ് 37 4/5 ആണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ഈ ട്രയാങ്കിൾ ഒന്ന് ബൈഹാർട്ട് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. നൗ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ വെൻ t = 2 seconds എന്നാണ് ചോദിച്ചത് അല്ലേ? 2 seconds ആകുമ്പോൾ പൊസിഷൻ ഓഫ് ബോൾ. ഞാൻ പറയുന്നു പൊസിഷൻ ഓഫ് ബോൾ ഇവിടെയാണെന്ന്. അപ്പോൾ ആ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ എനിക്ക് x കോർഡിനേറ്റും y കോർഡിനേറ്റും അല്ലേ വേണ്ടത്? x കോർഡിനേറ്റും അതിൻ്റെ y കോർഡിനേറ്റും ആണ് വേണ്ടത്. അപ്പോൾ x കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചതാണല്ലോ. എന്താണ്? u cos θ × t പഠിച്ചതല്ലേ അത്? എന്താ വരിക? u എത്രയാണ്? 37 × cos θ എന്ന് പറഞ്ഞാൽ എത്രയാണ്? cos 53 × ടൈം എത്രയാണ്? 2 seconds കഴിഞ്ഞിട്ടല്ലേ ചോദിച്ചത്? 2 × 37 × 37 എത്രയാണ്? 74 × cos 53 എത്ര വരിക? cos 53 എന്ന് പറഞ്ഞാൽ 3/5 അല്ലേ? 3/5. ഇത് എത്ര വരും? ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ ഇനി y ആക്സിസിൽ എന്താ വരിക? y ആക്സിസിലെ ഇക്വേഷൻ എന്താ? u sin θ t - ½ g t² എന്നല്ലേ വരിക? u എത്രയാണ്? 37 × sin 53 അല്ലേ? sin 53 × 2 -½ × g എത്ര എടുക്കാനാണ് പറഞ്ഞത്? 9.8 എടുക്കാനാണ് പറഞ്ഞത് അല്ലേ? യെസ്, ഒന്നും എളുപ്പമാക്കി തരാൻ പാടില്ല. യെസ്, എന്താണ്? × 2². ഇതും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് sin 53യുടെ വാല്യൂ എടുക്കാം. 37 × 2 എത്രയാണ്? 74 × sin 53 എത്രയാണ്? sin 53 എന്ന് പറഞ്ഞാൽ 4/5 -19.6 അല്ലേ? ഇത് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിലെ പോയിന്റ് കിട്ടി, വൈയിലെ പോയിന്റും കിട്ടി. ഓക്കെ, ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. 74 × 3 / 5 എത്രയാണ്? 44.4 m/s ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് എക്സാക്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ എല്ലാ ക്ലാസ്സിലും കാൽക്കുലേറ്റർ ഉപയോഗിച്ചപ്പോൾ എനിക്കത് ശീലമായി. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് എൻട്രൻസിനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് എക്സാക്ട് വാല്യൂ ആണ്. എൻട്രൻസിനാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ചെറിയ അസംഷൻസ് ഒന്നും കുഴപ്പമില്ല. ഇത് 75 ആണെങ്കിൽ 75/5 നമുക്ക് ചെയ്തുകൂടെ? 75/5 എത്രയാണ്? 1 അല്ലേ? 1 പിന്നെ 25 എത്രയാണ്? 15 × 4 -19.6 എന്ന് എഴുതാം അല്ലേ? 15 × 4 എത്രയാണ്? 60 അല്ലേ?
60 മൈനസ് ഇത് 20യുടെ അടുത്തല്ലേ, ഏകദേശം എത്ര വരിക 40 മീറ്റർ/സെക്കൻഡിന് അടുത്താണ് വരിക. ഓക്കെ അല്ലേ കിട്ടിയത്? അതിപ്പോൾ ഞാൻ എടുത്ത അസംഷൻ 75 ആക്കി അല്ലേ, പിന്നെ ഇതിനെന്താക്കി 20 ആക്കി. ഇനി ഞാനത് അങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. 74 × 4 ഡിവൈഡഡ് ബൈ 5 മൈനസ് 19.6 എത്രയാണ് കിട്ടുന്നത് അറിയോ? 39.6 മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ. കറക്റ്റ് ആൻസർ 39.6 മീറ്റർ/സെക്കൻഡാണ്. എനിക്ക് കിട്ടിയത് എത്രയാണ്? 40 മീറ്റർ/സെക്കൻഡ്. ഇത് രണ്ടും തമ്മിൽ ഒരു 0.4 മീറ്റർ/സെക്കൻഡിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയല്ല, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 40 മീറ്റർ/സെക്കൻഡിൻ്റെ അടുത്തുള്ള ഈ ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ആൻസർ കറക്റ്റ് എഴുതാം. പക്ഷേ നമുക്ക് ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ പഠിക്കും. ഓക്കെ, ഇനി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ മാക്സിമം ഉപയോഗിക്കാതെ ഫൈനൽ ആൻസറിലോട്ട് ഇങ്ങനെ എത്തുന്ന മെത്തേഡ് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ എത്തുന്ന ഷോർട്ട് കട്ട്സ് പഠിക്കുക. ഇതും അതേപോലെ തന്നെ ചെയ്യാം അല്ലേ. 75/5 എന്ന് പറഞ്ഞാൽ 15 × 3 എത്രയാണ്? 45. 44.54 അല്ലേ. 45 44.4 തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. ഓക്കെ, അടുത്തതായിട്ട് മാർച്ച് 2017 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിന് 2 പാർട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ട് സർക്കുലർ മോഷനിൽ നിന്നും രണ്ടാമത്തെ പാർട്ട് പ്രൊജക്റ്റൈൽ മോഷനിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിലെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ് ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, യൂണിഫോം സർക്കുലർ മോഷൻ്റെ തിയറി നമുക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാണ്? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യലായിരിക്കും. ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതേപോലെ അതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എന്ത്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതെന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അതേപോലെ എ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? v²/r. ഇതെപ്പോഴും v²/r ആണ്, അല്ലെങ്കിൽ എന്താണ്? ω² × r അല്ലേ. v ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എ സിയുടെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി എന്താണ്? ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ. എ സി എപ്പോഴും എങ്ങനെയാണ്? എ സി വെക്റ്റർ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് എങ്ങോട്ടാ? ടുവേർഡ്സ് സെൻറ്റർ. എ സി വെക്റ്റർ എപ്പോഴും സെൻറ്ററിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിൻ്റെ ആക്സിലറേഷനും എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക? സെൻറ്ററിലോട്ട്. കാരണം എന്താ? എപ്പോഴും യൂണിഫോം സർക്കുലർ മോഷനിൽ AT ഇല്ലാത്തതുകൊണ്ട് ഫുൾ ആക്സിലറേഷൻ പിന്നെ ആര് മാത്രമാണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമാണ്. അപ്പോൾ അതെങ്ങോട്ട് ആക്ട് ചെയ്യുക? ടുവേർഡ്സ് ദ സെൻറ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ടാൻജൻഷ്യൽ ടു ദ സർക്കിൾ. തെറ്റല്ലേ? കാരണം ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. ടാൻജൻഷ്യലുള്ള ആക്സിലറേഷൻ ആരാണ്? AT ആണ്. അത് ഇവിടെ 0 ആണ്, അങ്ങനെ ഇല്ല അല്ലേ. യെസ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? The acceleration in uniform circular motion is always directed inwards. അത് ശരിയല്ലേ അല്ലേ? എന്താണ് രണ്ടാമത്തത്? ശരിയാണ് അല്ലേ. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻവേർഡ്സ്. പിന്നെ എന്താ മൂന്നാമത്തത്? ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. ശരിയല്ലേ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നാണ്. അല്ലാതെ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്സ്. തെറ്റല്ലേ? റേഡിയലി ഇൻവേർഡ്സ് ആണോ വെലോസിറ്റി? പൊട്ടത്തെറ്റല്ലേ അത്? എന്താ? എപ്പോഴും വെലോസിറ്റി എങ്ങോട്ടാണ്? പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വെലോസിറ്റി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണ്? ഇതിൽ സെക്കൻഡും തേർഡും അല്ലേ. ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്സ്. അതേപോലെ എന്താണ്? വെലോസിറ്റി ആസ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. ഇത് രണ്ടുമാണ് കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, 2 and 3. ഇപ്പോൾ 1 ഉം 4 ഉം തെറ്റാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇതിൻ്റെ ബി പാർട്ട്, ഈ ക്വസ്റ്റിൻ്റെ ബി പാർട്ട് പ്രൊജക്റ്റൈൽ മോഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഇൻ ദ എയർ ഫ്രം എ പോയിന്റ് വിത്ത് എ സ്പീഡ് ഓഫ് 20 meter/second at an angle of 30 degree. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ഇറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് പ്യുവർലി ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റൈലിൻ്റെ പാത്തിൽ ഈ ഒരു ഹൈറ്റിനേക്കാളും കൂടുതൽ ആയിട്ടുള്ള ഏറ്റവും മാക്സിമം ഉള്ള ഹൈറ്റാണ് ഇതല്ലേ. പ്രൊജക്റ്റൈൽ റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റാണ്. ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും അതിനേക്കാളൊക്കെ മാക്സിമം ആയിട്ടുള്ള ഈ പോയിന്റിൻ്റെ മാക്സിമം ഹൈറ്റ്, ഐ മീൻ ഈ പോയിന്റിലോട്ടുള്ള y കോർഡിനേറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് മാക്സിമം ഹൈറ്റ്. നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഇക്വേഷനാണ് u² sin² θ/2g. അതിൻ്റെ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 20² × sin²
30 by 2 into 10. 2 into 10. നമുക്ക് ജി തൽക്കാലം 10 എടുക്കാം. ഇത് 20 ആണ്. 20യും ഒരു 20യും ക്യാൻസൽ ആവും. ബാക്കിയുള്ള എന്താണ് 20 ഇൻറ്റു സൈൻ സ്ക്വയർ 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 1/2 ഹോൾ സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞാൽ 20/4 വിച്ച് ഈസ് 5 മീറ്റർ. ഓക്കെ.